പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനം 48:17 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പരിപാലകനും സർവശക്തനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് ഞാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം നമുക്കായി മുറിച്ച് വിഭജിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. അവിടുന്ന് നമ്മളോട് വ്യക്തിപരമായി അരുളി ചെയ്യുന്ന നിമിഷങ്ങളാണ്. നമുക്ക് പ്രാർത്ഥനയോടെ വചനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് വേണ്ടി പങ്കുവെച്ച് തരുന്നത് തൃശ്ശൂർ രൂപതയിലെ ആബർ റിന്യൂവൽ സെന്ററിന്റെ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്ന പ്രശസ്ത ധ്യാനഗുരുവും വചനപ്രഘോഷകനുമായ ഫാദർ ഷാജൻ തേർമടമാണ്. അച്ഛനെ സ്നേഹത്തോടെ നമുക്ക് വചന ശുശ്രൂഷയിലേക്ക്, വചനവേദിയിലേക്ക് ക്ഷണിക്കാം. കരങ്ങൾ അടിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഇരുന്നു കൊണ്ട് തന്നെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകാൻ, അങ്ങയുടെ രാജ്യം സ്ഥാപിതമാകാൻ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവവിളിക്കനുസൃതമായി ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെയും ഉണ്ണിയേശുവിനെയും സംരക്ഷിച്ച ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് അവരെ ശുശ്രൂഷിച്ച് സഹായിച്ച വിശുദ്ധ ഔസേപ്പിതാവേ, ഈ ലക്ഷ്യപൂർത്തീകരണത്തിന് ഞങ്ങളെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ രാത്രിയുടെ യാമങ്ങളിൽ ഒരു പുത്തൻ പെന്തക്കോസ്തായ അനുഭവം ഞങ്ങൾക്ക് തരണമേ. അരൂപിയുടെ നിറവ് ഞങ്ങൾക്ക് തരണമേ. ആത്മ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ദൈവവചനത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ സൗഖ്യം പ്രാപിച്ചു എന്ന തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. ലോകത്തിൻ്റെ ഏത് അതിർത്തികളിലിരുന്ന് ഈ ദൂത് ശ്രവിക്കുന്നവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു ചെല്ലട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ ശക്തിയാൽ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലീഹ തൻ്റെ ആത്മീയ പുത്രനായ തിമോത്തിയോസിനോട് ഇങ്ങനെ പറയുന്നുണ്ട്: നിന്റെ കണ്ണുനീരിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നിന്നെ നേരിൽ വന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ ഞാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. പൗലോസ്ലീഹായുടെ ആത്മീയ പുത്രനാണ് തിമോത്തിയോസ്. തിമോത്തിയോസ് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ഒരു ദാസനാണ്.
എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും കണ്ണുനീരും പൗലോസ്ലീഹ പറയുന്നു, നിന്റെ കണ്ണുനീരിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നിന്നെ നേരിൽ വന്ന് കണ്ട് സന്തോഷഭരിതനാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ കാതോർക്കുന്ന നമ്മോട് ഈ ലോകത്തിൻ്റെ ഏത് അതിർത്തിയിലിരുന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നവരായാലും പിതാവായ ദൈവം ഇത് തന്നെയാണ് നമ്മോട് പറയുക. നിന്നെ വന്ന് കണ്ട് സന്തോഷഭരിതനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ദുഃഖങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും നമ്മൾ നേരിടുന്ന വെല്ലുവിളികളും എന്തുമാകട്ടെ, നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ ഈ വചനം, ഈ ദൂത് നമ്മൾ ശ്രവിക്കുമ്പോൾ ഇത് ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തുന്ന വചനദൂതാണ്. ലോകത്തിൻ്റെ 5 ഭൂഖണ്ഡങ്ങളിലും കോടിക്കണക്കിന് മനുഷ്യരിലേക്ക് കർത്താവ് ഈ രാത്രിയുടെ യാമത്തിൽ തൻ്റെ വചനത്തിലൂടെ അത്ഭുതകരമായി കടന്നു ചെല്ലുന്ന നിമിഷങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം വ്യക്തിപരമായി നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഓരോ വ്യക്തികൾക്കും ഇത് വ്യത്യസ്തമാണ്. ചില മനുഷ്യരുടെ കണ്ണുനീര് കാണുമ്പോൾ, നെടുവീർപ്പുകൾ കാണുമ്പോൾ, പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ ചിലപ്പോൾ വളരെയേറെ നോവാറുണ്ട്. പലപ്പോഴും പല പ്രതിസന്ധികളുമായി മനുഷ്യർ വരുമ്പോൾ, ദൈവമേ, ഇത് എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക? മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ, മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത 100 പ്രശ്നങ്ങൾ ഇന്ന് മനുഷ്യന്റെ കണ്ണുനീരിന് കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ രാത്രിയിൽ ഇതിനുള്ള ഒരു ഉത്തരം എന്താണ് തിമോത്തിയോസിന് പൗലോസ് കൊടുത്തത്? ആ ഉത്തരം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. തിമോത്തിയോസിന് വളരെ കൃത്യമായ, വ്യക്തമായ, ശാശ്വതമായ ഒരു ഉത്തരം പൗലോസ് കൊടുക്കുന്നു. തിമോത്തിയോസിനുള്ള 2-ാം ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 6-7 തിരുവചനങ്ങളാണത്. പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുകയാണ്, അവന്റെ കണ്ണുനീരിന്റെ, അവന്റെ നെടുവീർപ്പിന്റെ, അവന്റെ പ്രതിസന്ധികളുടെയൊക്കെ ഉത്തരമായിട്ട് ഇപ്രകാരം പറയുന്നു: എൻ്റെ കൈവെപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവീക വരം നീ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ ഇവിടെ എവിടെയാണ് ഉത്തരം? ഒരുപക്ഷെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ മനുഷ്യന്റെ ശാശ്വതമായ പ്രശ്നത്തിനുള്ള ഉത്തരമാണിത്. നിന്റെ കണ്ണുനീര്, നിന്റെ പ്രശ്നം, നിന്റെ രോഗം, നിന്റെ കഷ്ടപ്പാട്, നിന്റെ തകർച്ച എന്തുമാകട്ടെ, അത് നിസ്സാരമാകാം, വലുതാകാം, വ്യത്യസ്തങ്ങളാണത്. ഉത്തരം ഇതാണ് പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുന്നത്: എൻ്റെ കൈവെപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവീക വരത്തെ നീ ഉജ്ജ്വലിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവിൻ്റെ വചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ദൈവിക വരം? എന്താണ് പൗലോസ്ലീഹ അർത്ഥമാക്കുന്നത്? തിമോത്തിയോസിനുള്ള ആ ലേഖനം പൂർണ്ണമായും നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസിന്റെ കൈവപ്പ് വഴി അഭിഷേകം സ്വീകരിച്ച തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, ആ കൈവപ്പിലൂടെ തിമോത്തിയോസിന് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാനാണ്. നിന്റെ പ്രശ്നത്തിന് ഉത്തരം, നിന്റെ തകർച്ചകൾക്കുത്തരം, നിന്റെ കണ്ണുനീരിനുത്തരം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്നർത്ഥം. പലപ്പോഴും നമ്മൾ ഈ സത്യം മനസ്സിലാക്കുന്നില്ല. ക്രൈസ്തവ ജീവിതത്തിൽ ഇന്ന് ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കിനിയും ആഴപ്പെടാനുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക്, പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഉത്തരം എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണ്. എങ്ങനെയാണ് ഇത് സത്യമാകുന്നത്? നമ്മൾ കർത്താവിൻ്റെ അഭിഷിക്തനായ ദാവീദിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്.
വിശുദ്ധ ഗ്രന്ഥത്തിൽ മോശ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു പേരാണത് ദാവീദ്. ദാവീദ് അഭിഷിക്തനാണ്, ദൈവാത്മാവിനാൽ നിറഞ്ഞവൻ. അഭിഷിക്തനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ തകർന്നു പോകുന്നത് നമുക്കറിയാം. ഈ തകർച്ചയിൽ നാഥാൻ പ്രവാചകനിലൂടെ തൻ്റെ ജീവിതത്തിന്റെ ദുരന്തങ്ങളെ മനസ്സിലാക്കിയ ദാവീദ് 51 സങ്കീർത്തനത്തിൽ കർത്താവിന്റെ മുമ്പിൽ വിലപിക്കുന്നുണ്ട്. ലോകത്തിന്റെ സുഖങ്ങൾ തേടിപ്പോയവൻ, ഉള്ളിലുള്ള ശക്തി തിരിച്ചറിയാതെ തൻ്റെ സന്തോഷവും സൗഭാഗ്യവും തേടി ലോകത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച ദാവീദ് 51 സങ്കീർത്തനത്തിൽ 11 തിരുവചനത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? തനിക്ക് മുമ്പേ കടന്നുപോയവരെ കുറിച്ച് ദാവീദിനറിയാം. ഉദാഹരണത്തിന് സാംസനെ കുറിച്ച് ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: കർത്താവിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി, ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ശക്തനായ സാംസൺ ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരങ്ങളെ കൊലപ്പെടുത്തിയവൻ, ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും ആരോഗ്യവാനായ ശക്തനായ മനുഷ്യൻ. ഈ സാംസൺ കർത്താവിന്റെ ആത്മാവ് എടുത്തു കളയപ്പെട്ടപ്പോൾ അവൻ ശുഷ്കിക്കുന്നത്, തകരുന്നത്, മറ്റുള്ളവർ അവനെ തകർക്കുന്നത് ദാവീദ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഒരു റഷ്യൻ നാടോടി കഥ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് യുങ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പറമ്പും പുരയിടവും ആവശ്യത്തിന് സമ്പത്തൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അവന് ഒരു മോഹം തോന്നുകയാണ്. പലയിടത്തും സ്വർണ്ണക്കനികൾ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് സ്വർണ്ണക്കനിയുള്ള ഒരു സ്ഥലം വാങ്ങണം, അവിടെ ഒരു ഖനി ഉണ്ടാക്കി കുഴിച്ച് ധാരാളം സ്വർണം നേടണം, സമ്പന്നനാകണം. ഇതാണ് യുങ്മാൻ്റെ ആഗ്രഹം. അങ്ങനെ യുങ്മാൻ അവൻ താമസിക്കുന്ന പുരയിടവും പറമ്പൊക്കെ വിറ്റിട്ട് സ്വർണ്ണക്കനിയുണ്ട് എന്ന് ആരൊക്കെയോ അവനോട് പറഞ്ഞ ഒരു സ്ഥലം വാങ്ങിക്കുകയാണ്. അവിടെ ചെന്ന് അവൻ കുഴിച്ച് ഭൂമിക്ക് ഓട്ടയായി എന്നല്ലാതെ സ്വർണം കിട്ടിയില്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ അങ്ങനെ ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അവനൊന്നും കിട്ടിയില്ല. അവൻ ആ സ്ഥലം വിറ്റ് വേറെ ഒരു സ്ഥലത്ത് സ്വർണമുണ്ടെന്ന് മനസ്സിലാക്കി അത് വാങ്ങുകയാണ്. ഇങ്ങനെ ഓരോ സ്ഥലവും വിറ്റ് മറ്റു സ്ഥലം വാങ്ങി കുഴിച്ച് ഒടുവിൽ അവന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും നശിക്കുകയാണ്. അവൻ പാപ്പരത്വത്തിൽ ഏർപ്പെട്ടുപോയി. അവൻ പിന്നെ പട്ടിണി കിടന്ന് നരകിക്കുകയാണ്. ഒടുവിൽ അമ്മമ്മ വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി അവൻ ഭിക്ഷയാചിക്കുകയാണ്. അങ്ങനെ ഭിക്ഷാടനം നടത്തി അവൻ അവന്റെ നാട്ടിലേക്ക്, പഴയ നാട്ടിലേക്ക് ഇങ്ങനെ വലതും തരണേ എന്നുള്ള യാചനയുമായി വരുമ്പോൾ അവൻ ആദ്യം താമസിച്ചിരുന്ന ആ വീടിന്റെ അടിയിലെത്തുമ്പോൾ അവൻ അതിശയിക്കുകയാണ്. അവന്റെ പഴയ ആ ചെറിയ വീടല്ല ഇപ്പോൾ അവിടെ ഉള്ളത്, അതിപ്പോൾ വലിയൊരു കൊട്ടാരമാണ്. അവൻ അന്വേഷിച്ചു. ആ സ്ഥലം വാങ്ങിയവന് അവൻ തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ? അന്വേഷിച്ചപ്പോൾ സത്യമാണ്, അവന്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിയവൻ തന്നെയാണ് അവിടെ. പഴയ വീടൊക്കെ പൊളിച്ചു മാറ്റി വലിയ കൊട്ടാരം പണിതിരിക്കുന്നു. എന്താണ് കാരണമെന്നറിഞ്ഞപ്പോഴാണ് യുങ്മാന് പ്രശ്നമായത്. എന്താണ് കാരണം? അവിടെ സ്വർണ്ണക്കനി ഉണ്ടായിരുന്നു. അവനത് കുഴിച്ചെടുത്ത് കോടീശ്വരനായപ്പോൾ ഇവൻ പരമദരിദ്രനായി അവന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുകയാണ്. ഇത് ഒരു കഥയാണ്. പക്ഷേ നമ്മിൽ പലരുടെയും ജീവിതത്തിൽ, പ്രിയമുള്ളവരെ, ഇത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ കണ്ടെത്താൻ കഴിയാതെ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. നീ തേടുന്നത് സമാധാനമായിരിക്കാം, സന്തോഷമായിരിക്കാം, സമ്പത്തായിരിക്കാം, ആരോഗ്യമായിരിക്കാം, എന്തുമാകട്ടെ. ലോകത്തിൽ എവിടെയൊക്കെ പോയി, ആരുടെ അടുക്കലൊക്കെ പോയി നീ ആശ്വാസം തേടാൻ ശ്രമിച്ചാലും നിന്റെ
ഉള്ളിലുള്ള ശക്തിയെ നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ നിനക്ക് പരാജയമാണ്. ഈ ഒരു വലിയ സത്യമാണ് ഈ തിരുവചനത്തിലൂടെ കർത്താവ് ഈ രാത്രിയുടെ യാമത്തിൽ നമ്മുടെ മുമ്പിൽ വെക്കുക. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാം തിരുവചനം, നിന്റെ ഉള്ളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ ശക്തനാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ ശക്തനാണ്. നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയണം. ഇന്ന് പല മനുഷ്യരും പരക്കം പായുകയാണ് സമാധാനത്തിനു വേണ്ടി. പലരുടെ അരികിൽ ചെന്ന് സമാധാനം തേടുന്നുണ്ട്, പല ഇടങ്ങളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഒടുവിൽ വിശ്വാസം ത്യജിച്ചു പോലും അവിടെയും ഇവിടെയും സന്തോഷവും സമാധാനവും സുഖസൗകര്യങ്ങളും ഉണ്ടെന്ന് കരുതി പരക്കം പാഞ്ഞ് തകരുകയാണ് പലരും. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു വലിയ നഷ്ടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ ദൈവീക വരത്തെ ഒന്നുജ്വലിപ്പിക്കാൻ കഴിഞ്ഞാൽ, ആ പരിശുദ്ധാത്മാവിനോട് നിരന്തരമായി ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊരു കരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആത്മാവിനെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കാനുള്ള ചില ചിന്തകളാണ് ഈ രാത്രിയുടെ യാമത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക. ആദിമ സഭയിലെ പെന്തക്കോസ്തായ അനുഭവത്തെ നമുക്കറിയാം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പസ്തോലന്മാർ അവർ ഒന്നിച്ചു കൂടിയിരുന്ന ഭവനം കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു സ്വരമുണ്ടായി, അഗ്നിജ്വാലകളായി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. ഇതാണ് ആദ്യ പെന്തക്കോസ്ത. നമുക്കറിയാം, നമ്മൾ പാടാറുണ്ട് ഉണർവിൻ കൊടുങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അർത്ഥമാക്കുന്നതാണ് ഒരു വലിയ അത്ഭുതകരമായ ഉണർവ് ആദിമസഭയിൽ ഉണ്ടാക്കിയത് ഈ കൊടുങ്കാറ്റാണ്, ഈ അഗ്നിജ്വാലകളാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഈ കൊടുങ്കാറ്റ്, പരിശുദ്ധാത്മാവിന്റെ ഈ അഗ്നി, അതാണ് സഭയുടെ അത്ഭുതകരമായ സമ്പത്ത്. ഇനി ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ അഗ്നി, ഈ കൊടുങ്കാറ്റ് പല രീതിയിൽ ഇന്ന് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, സഭയ്ക്ക് നേതൃത്വം നൽകാൻ ദൈവം നൽകിയ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി കണ്ടെത്തി തന്ന നമ്മുടെ പരിശുദ്ധ പിതാവിനെ കുറിച്ച്, പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ കുറിച്ച് ഈയിടെ നിങ്ങൾ ഒരു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശാലോമിൽ വായിച്ചിട്ടുണ്ടാകും. മറ്റു പല മാധ്യമങ്ങളിലൂടെയും വന്നിട്ടുള്ള ഒരു ചിന്തയാണ്. ലാ റിപ്പബ്ലിക്ക എന്ന് പറയുന്ന ഒരു പത്രത്തിലൂടെ സ്കാൽഫാരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവിശ്വാസിയായ ഒരു മനുഷ്യൻ, അദ്ദേഹവുമായി മാർപ്പാപ്പ നടത്തുന്ന ഒരു അഭിമുഖം, അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കാം. പക്ഷെ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കോരിത്തെരിച്ച ഒരു അനുഭവമുണ്ട്. അത് വായിച്ചു പോകുമ്പോൾ മാർപ്പാപ്പയോട് ഈ സ്കാൽഫാരി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് അതിന് സമ്മതം കൊടുത്തത്? അപ്പോൾ മാർപ്പാപ്പ തനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം പങ്കുവെക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, കർദിനാൾമാർ എന്നെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തപ്പോൾ അതിന് സമ്മതം കൊടുക്കണം, സമ്മതപത്രത്തിൽ ഒപ്പുവെക്കണം. അതിനു മുൻപ് ഞാൻ കർദിനാൾമാരോട് അഭ്യർത്ഥിച്ചു, അടുത്ത മുറിയിൽ ചെന്നിരുന്ന് അല്പസമയം ശാന്തമായി ഒന്നിരിക്കാൻ എനിക്ക് അനുവാദം തരണം. അങ്ങനെ അടുത്ത മുറിയിൽ ചെന്ന് കതകുകളടച്ച് അദ്ദേഹം ഇരിക്കുകയാണ്. മാർപ്പാപ്പ പറയുന്നത്, ഈ സ്ഥാനം ഏറ്റെടുക്കണമോ വേണ്ടയോ ഞാനത് ചിന്തിച്ചിട്ടില്ല. എൻ്റെ ചിന്ത ശൂന്യമായിരുന്നു. ഈ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വൈകാരികമായ ഒരു വിക്ഷോഭം എനിക്കുണ്ടായില്ല. ഞാൻ നിർവികാരനായിരുന്നു. എൻ്റെ വികാരങ്ങളും ചിന്തകളും ഒക്കെ നിശബ്ദം. ഞാൻ അവിടെ കണ്ണുമടച്ചിരുന്നു. ആ സമയത്ത് ഒരു നിമിഷാർദ്ധം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തിന്റെ പകുതി, അത്രയും ചുരുങ്ങിയ ഒരു സമയം, ഒരു പ്രകാശം എൻ്റെ മേൽ പതിച്ചു. അത്
വളരെ ചുരുങ്ങിയ സമയമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും പിന്നെ അത് എന്നെ വിട്ടുപോകുന്നില്ല. ഞാൻ ഉടനെ എഴുന്നേറ്റു, കർദിനാൾമാർ കൂടിയിരിക്കുന്ന ആ ഹാളിലേക്ക് ചെന്നു. നേരെ ചെന്ന് സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫ്രാൻസിസ് പാപ്പായെ കുറിച്ച് ആധുനിക പെന്തക്കോസ്ത എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുക. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ പെന്തക്കോസ്തായ അനുഭവം ദൈവം ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ഇന്നും അവിടുന്ന് ഈ അനുഭവം നമുക്ക് തരുന്നുവെന്നതിൻ്റെ വ്യക്തമായ ഒരു തെളിവായി, അനുഭവമായി ഞാനിതിനെ കാണുകയാണ്. ഇന്ന് മാർപ്പാപ്പയെ കുറിച്ച് ലോകം മുഴുവനും പ്രകീർത്തിക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ ഓരോ വാക്കുകളും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ്. അത്രയും സുന്ദരമായ ചിന്തകൾ, ഒരുപക്ഷെ മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ചിലപ്പോൾ മാർപ്പാപ്പയുടെ നാവിൽ നിന്ന് വീഴുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിന് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പരിശുദ്ധ പിതാവ്, അദ്ദേഹം ആരംഭത്തിലെ പറഞ്ഞു വെച്ചതുപോലെ ആ പ്രകാശകിരണങ്ങളുടെ നിറവ്, ആത്മാവിന്റെ അഭിഷേകത്തിന്റെ അനുഭവം ഇന്ന് സഭയ്ക്ക് ഒരു പുത്തൻ പെന്തക്കോസ്തായ അനുഭവമായി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശമാണ്. അതുകൊണ്ട് ഈ ഒരു ചിന്തയോടെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഒരു പുത്തൻ അഭിഷേകത്തിനു വേണ്ടി ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണരണം, ഉജ്ജ്വലിക്കണം. ഞാനിന്ന് ആശ്വാസം തേടി പല ഇടങ്ങളിലേക്ക് പോകുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ, എൻ്റെ ജീവിതത്തിന് ഉത്തരം നൽകാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഒന്ന് കാണാൻ ഈ രാത്രിയുടെ യാമത്തിൽ എൻ്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം സത്യമാണ്, ഞാൻ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇത് 25-ാം വർഷമാണ്. കഴിഞ്ഞ 24 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അനുഭവത്തിൽ വളരെ വ്യക്തമായും കർത്താവിൻ്റെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ലോകത്തിന് മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തും, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ആ ആത്മാവിൻ്റെ ശക്തിയാണ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഉണർത്തി പരിശുദ്ധാത്മാവിന്റെ സഹായം അപേക്ഷിക്കുമ്പോൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആരും വേണ്ടത്ര ഈ ആത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഇനിയും അവബോധമുള്ളവരായിട്ടില്ല. ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് നമുക്കൊക്കെ ഭയങ്കര ആവേശമാണ്. പക്ഷെ ഇത് കഴിയുമ്പോൾ ആ ഒരു വലിയ രഹസ്യത്തിലേക്ക് തിരുവചനത്തിലൂടെ ഒന്ന് വിരൽ ചൂണ്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ ആത്മാവിന് ഇത്രമാത്രം വില കൽപ്പിക്കാൻ കാരണം? ദാവീദ് പറയുന്നു, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടുള്ള സകല മനുഷ്യരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. ഇന്ന് നമ്മൾ ഒരു പക്ഷേ പലതിനും വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുമ്പോൾ ലോകത്തിന്റെ സുഖമോഹങ്ങൾ, പ്രതാപങ്ങൾ, പ്രൗഢി, അധികാരം, സമ്പത്ത് ഇതെല്ലാം ആവോളം ആസ്വദിച്ചിട്ടുള്ള ദാവീദ് പറയുന്നതിന്റെ അർത്ഥം എന്താ? എൻ്റെ സമ്പത്ത് എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക, എൻ്റെ ആരോഗ്യം എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക, എൻ്റെ സൗന്ദര്യം എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക, എൻ്റെ രാജകീയ സ്ഥാനമാനങ്ങൾ എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക, എനിക്ക് വേറെ ഒന്നും വേണ്ട. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ധൈര്യമുള്ളത്, ചങ്കൂറ്റമുള്ളത്? നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ സമ്പത്ത് എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക, എങ്കിലും എൻ്റെ പരിശുദ്ധാത്മാവിനെ എടുക്കരുത്. ആരാ പ്രാർത്ഥിക്കുക? അതിന് കാരണമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ കൃപ, ആത്മാവിന്റെ അത്ഭുതകരമായ ആ ശക്തി ഇനിയും നമ്മൾ വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു അന്വേഷണം പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട്
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചനത്തിൽ അവിടെയാണ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈശോ നമുക്ക് ഈ വലിയ സമ്മാനം നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈശോ പറയുന്നു, യോഹന്നാൻ 14:16, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ഒരു സഹായം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം പഠിപ്പിക്കാനല്ല നിൽക്കുന്നത്, ഒരു വിഷയം പഠിപ്പിക്കാനല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു ക്ലാസ് എടുത്ത് ഒരു സെമിനാർ നടത്തി ഒരു പരീക്ഷ നടത്താനല്ല. ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ ഉണരണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടുള്ള ഈ വലിയ സമ്മാനത്തെ നമ്മൾ തിരിച്ചറിയണം. ഈശോ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവൻ ഈ വചനം മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഞാൻ പിതാവിനോട് ചോദിക്കുന്നു. ഈശോ നേരിട്ട് പിതാവിനോട് ചോദിച്ച് നമുക്ക് വാങ്ങി തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ്. ഈശോ നേരിട്ട് പിതാവിനോട് ചോദിച്ച് നമുക്ക് വാങ്ങി തന്നിട്ടുള്ള സമ്മാനം പരിശുദ്ധാത്മാവാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, പിതാവ് നിങ്ങൾക്ക് എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ നൽകും. രണ്ട് വാക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നേക്കും. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിന്റെ ഈ വചനം നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട്. എന്നേക്കും നിന്റെ ജീവിതത്തിലുടനീളം നിത്യമായി നിന്നെ സഹായിക്കാൻ ഒരു സഹായകനെ ദൈവം നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്നേക്കും. രണ്ടാമത്തെ വാക്ക് സഹായകൻ, പാരക്ലേത്ത. പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണ്. ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം മുന്നിൽ വെച്ചിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് എങ്ങനെയാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായകൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ചിലപ്പോഴൊക്കെ ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുക, എൻ്റെ ഉള്ളിൽ ഈ പ്രശ്നത്തിനുള്ള ഉത്തരമുണ്ട്. ഈ പ്രതിസന്ധിയിൽ എന്നെ കൈപിടിച്ച് നടത്താനുള്ള സഹായകനുണ്ട്. ഈ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവമക്കളാകുന്നത്. അതാണ് റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. അപ്പോൾ ഈ ആത്മാവിന്റെ സാന്നിധ്യത്തെ നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഈ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഈ ആത്മാവ് വസിക്കുന്നെങ്കിലും ഈ ആത്മാവിന്റെ സാന്നിധ്യം ഒരു പക്ഷേ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പണ്ടൊക്കെ അടുപ്പിൽ വിറക് വെച്ച് ഊതി കത്തിച്ച് ഭക്ഷണം പാകം ചെയ്തിരുന്ന അമ്മച്ചിമാരുടെ ആ ഭക്ഷണം പാകം ചെയ്യുന്ന പരിപാടിയൊന്ന് ഓർത്താൽ നമുക്കറിയാം, വിറക് വെച്ച് ഊതി കത്തിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം പാകപ്പെടുമ്പോൾ ആ ഭക്ഷണം അത് ഇറക്കി വെച്ചിട്ട് പിന്നെ അമ്മച്ചി ആ അടുപ്പിനെ ശ്രദ്ധിക്കുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ ഈ കത്തി നിന്നിരുന്ന ജ്വാലകളൊക്കെ അണഞ്ഞു, അഗ്നി അത് ക്ഷാരം മൂടി കുറെ കഴിയുമ്പോൾ അത് കരിക്കട്ടയായി. ഇതാണ് ഈ നിർവീര്യമാകല്. ഇന്ന് ലോകത്തിന്റെ സുഖമോഹങ്ങൾക്ക് പുറകെ പരക്കം പാഞ്ഞ് നമുക്കൊക്കെ ഒരു പക്ഷേ നമ്മിൽ ആത്മാവ് നിർവീര്യമാകരുത് എന്നാണ് പൗലോസ് പഠിപ്പിക്കുക. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവ് സഹായകനാണ് എന്ന് പറയുമ്പോൾ
പരിശുദ്ധാത്മാവ് ശുശ്രൂഷകനാണ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന, തിരുവചനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവിന്റെ 10 ശുശ്രൂഷകളെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ഇന്ന് ആരാധനയുടെ സമയത്ത് ആത്മാവിന്റെ ഒരു പുത്തൻ പെന്തക്കോസ്തായ അനുഭവം ഉണ്ടാകണം. നമ്മിൽ വസിക്കുന്ന ഈ അത്ഭുത ശക്തിയെ ഒന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അത്ഭുതകരമായ ഒരു അഭിഷേകത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഈ ശുശ്രൂഷകൾ? ഒന്നാമത്തെ ശുശ്രൂഷ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ ശുശ്രൂഷയായിട്ട് ആത്മാവിനെ വാഗ്ദാനം ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്ന ഇതാണ്: പരിശുദ്ധാത്മാവ് സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ്. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ ശുശ്രൂഷ പഠിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. പഠിപ്പിക്കുന്ന ശുശ്രൂഷ. പഠിപ്പിക്കുന്നവനെ നമ്മൾ പറയുന്ന പേരാണ് ഗുരു. ഗുരു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അന്ധകാരം നീക്കുന്നവനെന്നാണ്. ഇന്ന് അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽപ്പെട്ട് ഒരുപക്ഷെ പിശാച് ഇന്ന് മനുഷ്യനെ തകർക്കുന്ന ഒരു മേഖലയാണ്. മനുഷ്യന്റെ വിവേകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവനെ അന്ധകാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആർക്കും ആരെയും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇന്ന് തകർച്ചകളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ആദ്യമ പെന്തക്കോസ്തായ അനുഭവത്തിൽ നമുക്കറിയാം, അക്ഷരാഭ്യാസമില്ലാത്ത ഒരുപക്ഷെ ലോകത്തിന്റെ മുമ്പിൽ വിവരം കേട്ട ഈ 12 അപ്പസ്തോലന്മാരെ അത്ഭുതകരമായി ആ രാത്രിയുടെ യാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് പ്രബുദ്ധരാക്കി മാറ്റി. ഒരു തൂപ്പുകാരി പെണ്ണിനോട് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് പറയാൻ മടിച്ച ഭയപ്പെട്ട പത്രോസ് ഈ അഭിഷേകത്തിന് ശേഷം ആദ്യ പ്രസംഗത്തിൽ 3000 പേരെ മാനസാന്തരപ്പെടുത്തി എന്നാണ് നമ്മൾ വായിക്കുക. ആത്മയെ ഇന്ന് പലരും പല ഉപദേശങ്ങളും തരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ആത്മീയമായി നമ്മെ സഹായിക്കുന്നവർ പോലും നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അത് തീർച്ചയായിട്ടും എങ്ങനെയാ പഠിപ്പിക്കുക? പരിശുദ്ധാത്മാവ് ഇന്ന് സഭയിലൂടെ നമ്മൾ പഠിക്കുന്ന എല്ലാ സത്യങ്ങളും പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതാണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന ദൈവവചനം ഇത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഗുരുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഈ ആത്മാവിന്റെ പ്രകാശം ഉജ്ജ്വലിക്കണം. നിന്റെ ജീവിതത്തിലെ ഏത് സംശയത്തെയും ദൂരീകരിക്കാൻ നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നീ ആലോചന ചോദിക്കണം. നമുക്കൊക്കെ എന്തെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് വളരെയേറെ പ്രാർത്ഥിച്ച അത്ഭുതകരമായ ഒരു നവീകരണ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി സഭ വിട്ടുപോയതിനെ കുറിച്ച് കേൾക്കാനിടയായി. വളരെ വേദന തോന്നി. ഇത്രയേറെ ദൈവവചനം കേട്ടിട്ടുള്ള, പഠിച്ചിട്ടുള്ള, പ്രഘോഷിക്കുന്ന ഈ വ്യക്തിക്ക് എന്താ പറ്റിയത്? ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ നേരിട്ടപ്പോൾ ഉത്തരം അന്വേഷിച്ചു പോയ സ്ഥലം പാളിപ്പോയി. ആ വ്യക്തിക്ക് കിട്ടിയ ഉത്തരം തെറ്റായിപ്പോയി. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ വഴി നടത്തലിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ദുരവസ്ഥയുണ്ടായി. പരിശുദ്ധാത്മാവ് ഞാൻ എപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്തുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ സഹായകനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളിൽ ഈ ആത്മാവിനോട് ആലോചന ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും, നീ ഏത് ഇരുട്ടിൽ തപ്പിത്തടയുമ്പോഴും നിനക്ക് വെളിച്ചമായി, പ്രകാശമായി നിന്റെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി നേരിട്ടാലും പ്രിയമുള്ളവരെ ഒന്ന് ശാന്തമായി ഇരുന്ന് കർത്താവിന്റെ ആത്മാവിനോടൊന്ന് ആലോചന ചോദിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്,
സഭയെ നയിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വത്തിന് മുൻപിൽ പരിശുദ്ധ പിതാവ് അല്പം മാറിയിരുന്ന് ശാന്തമായിരിക്കുമ്പോൾ പിന്നെ അവിടെ വേറെ വാക്കുകളൊന്നുമില്ല, ഒരു വികാര വിക്ഷോഭങ്ങളില്ല, ചിന്തയിൽ ഒരു യുദ്ധവും നടക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രകാശ കിരണത്തിലൂടെ വ്യക്തമായ ഉത്തരം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാൻ ശീലിക്കണം. ഇന്ന് ഉദാഹരണത്തിന് മക്കളുടെ വിവാഹ ആലോചന നടക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് മകളെ വിവാഹം കഴിച്ച് അയപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് ഒരു മരുമകനെ കണ്ടെത്താൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം കണ്ടെത്തി. വിവാഹാലോചനകൾ നടക്കുകയാണ്. ചെറുക്കൻ പെണ്ണിനെ കാണാൻ വന്നു. രണ്ടുപേരും സംസാരിക്കുക. ഇപ്പൊ പിള്ളേരൊക്കെ അല്പം വിവരമുള്ളവരാണ്. സംസാരിച്ചു കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ആ പെങ്കൊച്ചു പറഞ്ഞു, അവനെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ പപ്പ ശാഠ്യം പിടിച്ചു. കാരണം പപ്പയുടെ നോട്ടത്തിൽ അവന്റെ ജോലി, അവന്റെ സമ്പത്ത്, അവന്റെ കഴിവുകൾ. ഇവൾ പറഞ്ഞു, ഞാൻ ഇനി തുടർന്ന് ജീവിക്കാനാണ് പപ്പ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ആ ചെറുക്കനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞതാ ശരി? എവിടെ പോയിട്ട് ഉത്തരം അന്വേഷിക്കുക? ഒരു വലിയ സംഘർഷമാണ് ആ വീട്ടില്. പപ്പ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി, മകള് അതിനേക്കാൾ വലിയ വിപ്ലവം തുടങ്ങി. ഇതിന് നടുവിൽ അമ്മയും മറ്റു 2 മക്കളും. ഒരു കുടുംബം അസ്വസ്ഥമാവുകയാണ്. അപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുന്ന ഒരു വിശ്വാസ ശൈലി നമുക്കില്ലാത്തത് കൊണ്ട് ഉത്തരം കിട്ടുന്നില്ല. ഒടുവിൽ ആ പ്രശ്നം എത്തി നിൽക്കുന്നത് ഭീകരമായ ഒരു പൊട്ടിത്തെറിയിലായിരുന്നു. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകാൻ, നമ്മെ പഠിപ്പിക്കാൻ, നമുക്ക് ആലോചന നൽകാൻ പരിശുദ്ധാത്മാവ് സദാ സന്നദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ 2ാമത്തെ ശുശ്രൂഷ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഈശോ പറയുന്നു, സഹായകനായ പരിശുദ്ധാത്മാവ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. പിതാവ് അയക്കുന്ന ഈ സഹായകൻ, ഈ പരിശുദ്ധാത്മാവ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊരിന്ത്യസുകാർക്കുള്ള 1-ാം ലേഖനത്തിന്റെ 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവിനെ കൂടെ അല്ലാതെ മറ്റ് സാധ്യമല്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു കർത്താവാണെന്ന് വിശ്വസിക്കാനും ഏറ്റുപറയാനും സാധ്യമല്ല. നിങ്ങളിൽ ചിലരെങ്കിലും ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 21-ാം നൂറ്റാണ്ടിലെ ആദിമ സഭ എന്ന് പറയുന്ന ഒരു പുസ്തകം ചിലപ്പം വായിച്ചു കാണും. ആൻഡോ അക്കര എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ എഴുതിയതാണ്. കനമാലിലെ, ഒറീസയിലെ ആ ദുരന്ത സാഹചര്യങ്ങളൊക്കെ കണ്ട് ആ അനുഭവങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം നേരിൽ സംസാരിച്ച അവസരത്തിൽ പറയുണ്ടായി, വാസ്തവത്തിൽ ഇന്ന് ആദിമസഭയിൽ എന്നതുപോലെ പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കുകയാണ് അവിടെ. അദ്ദേഹം ബുദ്ധിമാനായ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ആഴപ്പെടാൻ, അത്ഭുതകരമായി ആഴപ്പെടാൻ, ഈശോയ്ക്ക് വേണ്ടി മരിക്കാനുള്ളൊരു തീക്ഷ്ണതയാണ് അവിടെ ചെന്ന് ഈ മനുഷ്യരുടെ ഇടയിൽ പത്രപ്രവർത്തനം നടത്തിയപ്പോൾ അദ്ദേഹം ആർജിച്ചത്. അതിന്റെ വെളിച്ചത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ജൂനോസ് നായിക് എന്ന് പറയുന്ന ഒരു പോലീസുകാരന്റെ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ഉണ്ടായ ആ ഭീകരമായ ആക്രമണത്തില് ശരീരത്തിൽ മുഴുവനും, കൈകളിലൊക്കെ വെടിയുണ്ടകൾ നിറഞ്ഞ ഒരു മനുഷ്യൻ,
വെടിവെപ്പിൽ കൈകളിൽ നിറച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ധാരാളം വെടിയുണ്ടകളെയാണ് എടുത്തത്. അതിന്റെ ഫോട്ടോ സ്കാനിങ് റിപ്പോർട്ട് ഒക്കെ ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ മനുഷ്യനോട് ഈ പത്രപ്രവർത്തകൻ ചോദിച്ചു, സുഹൃത്തെ, ഇത്രയൊക്കെ വെടിയുണ്ടകൾ ഏറ്റിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ യേശുവാണ് രക്ഷകൻ എന്ന് പറഞ്ഞു നിൽക്കുന്നത്? അദ്ദേഹം ആ പുസ്തകം വാസ്തവത്തില് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ ഒക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നില്ല. ധാരാളം രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഈ ആധുനിക കാലഘട്ടത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് പറയുക. അതിനകത്ത് അദ്ദേഹം പറയുകയാണ്, ഈ മനുഷ്യനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇത്രയേറെ വെടിയുണ്ടകൾ ശരീരത്തിൽ പതിച്ചിട്ടും യേശുവാണ് രക്ഷകൻ എന്ന് പറഞ്ഞ് അവിടെ നിലനിന്നത്? അപ്പോൾ ജൂനോസ് നായക് എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പത്രപ്രവർത്തകനോട് പറയുകയാണ്, താങ്കൾ എൻ്റെ ശരീരത്തിൽ ഏറ്റിട്ടുള്ള ഈ വെടിയുണ്ടകളെല്ലാം കണ്ടിട്ടാണല്ലോ ഇത് പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയാണ്, ഇവിടെ നോക്കുക, ഈ ഭാഗത്ത് വെടിയുണ്ടകളൊന്നും ഏറ്റിട്ടില്ല, ഈ ഭാഗത്ത് വെടിയുണ്ടകളൊന്നും ഏറ്റിട്ടില്ല. എന്തേ ഇവിടെ വെടിയുണ്ടയേൽക്കാതെ പോയത്? എന്റെ ഹൃദയത്തിൽ ഒരു വെടിയുണ്ടയേറ്റെങ്കിൽ ഞാൻ അവിടെ മരിച്ചു വീഴുമായിരുന്നില്ലേ? എന്തേ ഇവിടെ വെടിയുണ്ടയേൽക്കാഞ്ഞത്? എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാ, ഇവിടെ വെടിയുണ്ടയേൽക്കാൻ എന്റെ കർത്താവ് അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭീകരതയുടെ നടുവിലും ഭീഷണിയുടെ നടുവില് വെടിയുണ്ടകളുടെ മുൻപില് യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ ഒരു പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കഴിഞ്ഞതിന് കാരണം ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ സജീവമായതുകൊണ്ടാ. നമ്മൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ വിലയിരുത്തുക. എന്തുകൊണ്ടാണ് ഇന്ന് ഒരു വിശ്വാസ ത്യാഗം നടക്കുന്നത്? ഇത്രയും കാലം വിശ്വസിച്ചു പോകുന്ന വിശ്വാസത്തെയൊക്കെ വിട്ട് എന്തേ ഇന്ന് ഈ ഒരു ദുരന്തം സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നിജ്വാലകൾ നമ്മുടെ ഉള്ളിൽ ആളിക്കത്താത്തത് കൊണ്ട് നമുക്ക് തെറ്റുപറ്റുന്നു. യേശു കർത്താവാണെന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ഇന്ന് നമ്മുടെയൊക്കെ ആഘോഷങ്ങളിലൂടെ ആചാരങ്ങളിലൂടെയൊക്കെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാധ്യമാകണമെങ്കിൽ ഇത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. യേശുവിനെ കുറിച്ച് നീ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിനെ രക്ഷകനും നാഥനുമായി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആ യേശുവിനെ അറിയിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ദൈവമക്കളാണ് എന്ന് നമുക്ക് ബോധ്യം നൽകുന്നത്, സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു കർത്താവാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവമാണ് എൻ്റെ പിതാവ് എന്ന് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന ബോധ്യം എനിക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാത്തിടത്ത് ഈ പറയുന്ന വിശ്വാസമൊക്കെ നമ്മൾ മണ്ണിനടിയിൽ പൂഴ്ത്തിയതുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ ശുശ്രൂഷ ദൈവവചനം പറയുന്നു, അത് സാക്ഷ്യപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 8-ാം തിരുവചനം പറയുന്നു, ബോധ്യപ്പെടുത്തുന്ന ശുശ്രൂഷ. നമുക്കിന്ന് പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഒരു വിശ്വാസ വർഷ ആചരണമൊക്കെ കഴിഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ 12 വിശ്വാസ സത്യങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ ഒരു അധര വ്യായാമമാണ് നമ്മുടെ പല പ്രഖ്യാപനങ്ങളും. നമ്മുടെ ദൈവസ്തുതികൾ അധര വ്യായാമങ്ങളാണെന്ന് കർത്താവിന്റെ വചനം തന്നെ ചിലപ്പോൾ പറയുന്നുണ്ട്. കാരണം ഹൃദയം വളരെ വിദൂരതയിലാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരു ബോധ്യക്കുറവുണ്ട്. ആരാണ് ഈ ബോധ്യം നൽകുക? ആരാണ് ഈ ബോധ്യം നൽകുക? യേശുവിന്റെ സുവിശേഷം ഇവിടെ നിന്ന് ഞാൻ പ്രഘോഷിക്കുമ്പോൾ എനിക്ക് ഞാൻ പ്രഘോഷിക്കുന്ന സത്യങ്ങളെ കുറിച്ച്
ബോധ്യമില്ലെങ്കിൽ ഞാൻ നടത്തുന്നത് ഒരു പ്രഹസനമാണ്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഈ നീണ്ട കുപ്പായമിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ അധികാരമുള്ള അഭിഷേകമുള്ള ശുശ്രൂഷയാണെന്ന് എനിക്ക് ബോധ്യമില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു പ്രഹസനമാണ്. ക്രിസ്തീയ ജീവിതം ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, നമുക്ക് പരിശുദ്ധാത്മാവ് ബോധ്യങ്ങൾ നൽകണം. പരിശുദ്ധാത്മാവ് നൽകുന്ന അടിസ്ഥാനപരമായ 3 ബോധ്യങ്ങളെ പറയുന്നുണ്ട്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ ആത്യന്തികമായി നമുക്ക് ബോധ്യങ്ങൾ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ബോധ്യങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവ്. 4-ാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനമാണ്. അവിടെ പറയുന്നു, സത്യാത്മാവ് നിന്നെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ദൈവവചനത്തിൽ നമ്മെ വഴി നടത്തുന്നത്, യേശുക്രിസ്തുവിൽ നമ്മെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തിന്റെ ഉൾപ്പൊരുളുകൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനമാണ് സത്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാനാണ് സത്യം. ഈ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക്, യേശുക്രിസ്തുവിലേക്ക്, യേശുവിന്റെ വചനത്തിലേക്ക് നമ്മെ നടത്തുന്നത്, യേശുവിന്റെ വചനത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് വചനത്തിൽ നിലനിൽക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 5-ാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ നമ്മൾ കാണുക റോമാക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ. അവിടെ പറയുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ആധ്യാത്മിക ജീവിതത്തിലുള്ള ഒരു ശുഷ്കത, നമ്മൾ ഇന്ന് പല വിഷയങ്ങളെക്കുറിച്ചും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ധാരാളം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഇന്ന് ദൈവം സ്നേഹമാണ് എന്ന ആഴമേറിയ അനുഭവത്തിൽ നമ്മൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹനിധിയായ ഒരു പിതാവിനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് റോമാക്കാർക്കുള്ള ലേഖനം 8:31 പൗലോസ്ലീഹ പറയുന്നത് പോലെ, ആർക്കാണ് ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുക? ലോകത്തിന്റെ ഒരു ശക്തിക്കും എന്നെ വേർപെടുത്താൻ കഴിയില്ല എന്ന ഒരു വെല്ലുവിളി ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവ് നമ്മുടെ ഹൃദയം അനുഭവിക്കുമ്പോഴാണ്. ഈ സ്നേഹത്തിന്റെ ചൊരിച്ചിൽ, ദൈവസ്നേഹത്തിന്റെ നിറവ് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവ്. ദൈവസ്നേഹത്തിന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ആ സ്നേഹ അനുഭവങ്ങൾ രൂപാന്തരപ്പെടുത്തിയ മനുഷ്യരാണ് ഇന്ന് വിശുദ്ധരെന്ന് പറഞ്ഞ് നമ്മൾ വണങ്ങുന്നത്. ദൈവത്തിന്റെ സ്നേഹം അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്തുന്നു. അപ്പം ഈ സ്നേഹത്തിന്റെ അനുഭവങ്ങളുടെ ഒഴുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 6-ാമതായി പരിശുദ്ധാത്മാവ് നമ്മ ചെയ്യുന്ന ശുശ്രൂഷ റോമാക്കാർക്കുള്ള ലേഖനത്തിന്റെ 8-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ആ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകും. നമ്മുടെ ശരീരം തകരുമ്പോൾ, തളരുമ്പോൾ, രോഗഗ്രസ്തമാകുമ്പോൾ, നമ്മുടെ ആത്മാവ് മൃതമാകുമ്പോൾ, മനസ്സ് തകർന്നു പോകുമ്പോൾ കർത്താവിന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു, നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ആത്മാവിന് ജീവൻ നൽകും, നിന്റെ മനസ്സിന് ശക്തി നൽകും, നിന്റെ ശരീരത്തിന് സൗഖ്യം നൽകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. 7-ാമതായിട്ട് റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല,
എന്നാൽ അവാച്യമായ നെടുവീർപ്പോടെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിൻ്റെത്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ ഒരു മാധ്യസ്ഥത വഹിക്കുന്നുണ്ട്. ആ മാധ്യസ്ഥതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആരും ആവശ്യപ്പെട്ടിട്ടല്ല. നിന്റെ ജീവിതത്തിന്റെ കുറവുകൾ കാണുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ തകർച്ചകൾ കാണുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ കാണുമ്പോൾ, നീ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും നിന്റെ നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയാക്കി മാറ്റുന്ന ഒരു മാധ്യസ്ഥ ശക്തി പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ മാധ്യസ്ഥം നമ്മുടെ ബലഹീനതയിൽ നമുക്ക് വേണ്ടി ബലം നൽകുന്ന മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ദീർഘമായി ഒരു പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്കുമൊക്കെ അപ്പുറത്ത് നമുക്ക് വേണ്ടി അവാച്യമായ നെടുവീർപ്പുകളോടെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഈ ഇടപെടലിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം അത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എട്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന മാധ്യസ്ഥം എന്ന് പറയുന്നത് കൊരിന്ത്യസുകാർക്കുള്ള 2-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നെങ്കിൽ, ഈ ബോധ്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിന്റെ എല്ലാ അടിമത്വങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് നിനക്ക് വിടുതൽ നൽകാൻ, സ്വാതന്ത്ര്യം നൽകാൻ കർത്താവിന്റെ ആത്മാവ് നിന്നെ ശുശ്രൂഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് വിടുതലുണ്ട്, എനിക്ക് വിമോചനമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് നിരാശയിൽ, അപകർഷതയിൽ, കുറ്റബോധത്തിൽ മനസ്സ് തകരുമ്പോൾ, പാപത്തിന്റെ അടിമത്വത്തിൽ, ആസക്തികളിൽ, തഴക്കദോഷങ്ങളിൽ, ദുശീലങ്ങളിൽ മനുഷ്യർ അടിമകളാകുമ്പോൾ 2 പത്രോസ് 2:19 പത്രോസ് ശ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ് അവൻ എന്ന ആ വചനത്തിന്റെ വെളിച്ചത്തിൽ ഏതിനാലൊക്കെ നീ തോൽപ്പിക്കപ്പെടുന്നുവോ ആ അടിമത്വങ്ങളിലെല്ലാം നിനക്ക് വിടുതൽ നൽകാൻ, നിനക്ക് സ്വാതന്ത്ര്യം നൽകാൻ നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എട്ടാമതായിട്ട് കൊരിന്ത്യസുകാർക്കുള്ള 1-ാം ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ 9 വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനതെല്ലാം എടുത്തു പറയുന്നില്ല. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നമുക്ക് ഈ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നെങ്കിൽ ഇത് എൻ്റെ അവകാശമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന വരങ്ങൾ. ഇപ്പൊ പ്രാർത്ഥിക്കാനായി നമുക്കറിയാം, ഭാഷാവരം വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നു. എൻ്റെ വാക്കുകളെ അവൻ ഏറ്റെടുക്കുന്നു, എൻ്റെ നാവിനെ അവൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള അത്ഭുതകരമായ ശക്തിയുടെ വരം, വിശ്വാസം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ ജീവിതത്തിന് വെളിച്ചമായി ജ്ഞാനം നൽകുന്നു. ഇങ്ങനെ തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ ഒരു പട്ടിക നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണിത്. പരിശുദ്ധാത്മാവിനെ സഹായിക്കുകയാണ് ഈ ദൈവീക വരങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറയുന്നതിന്. നീ ഒരു കുടുംബനാഥനോ കുടുംബനാഥയോ ആണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ വരം പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്നുണ്ട്. നീ ഒരു അധ്യാപകനാണെങ്കിൽ നിനക്ക് അധ്യാപനത്തിനുള്ള വരം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. നീ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനുള്ള വരം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവസാനമായി 10-ാമതായിട്ട് ആത്മാവിന്റെ ശുശ്രൂഷ, ഗലാത്യക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം. നമ്മുടെ ജീവിതങ്ങളെ ഫലഭൂയിഷ്ടമാക്കലാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ.
ഉണങ്ങി വരണ്ട് തരശുഭൂമിയായി കിടക്കുന്ന നിലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ തക്ക സമയത്ത് കായ്ക്കുന്ന മനോഹരമായ ഫലവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതം ഫലഭൂയിഷ്ടമാണ്. ആത്മാവിൻ്റെ ഫലങ്ങളുടെ നിറവ്, സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, സൗമ്യത. പ്രിയമുള്ളവരെ, ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ പുറപ്പെടുന്ന ഫലങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ തുടങ്ങിയിടത്തേക്ക് വരികയാണ്. നിന്റെ കണ്ണുനീര് കാണുമ്പോൾ നിന്നെ വന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കണ്ണുനീര് തുടച്ചു നീക്കാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ നീ എന്ത് ചെയ്യണം? തിമോത്തിയോസേ, എൻ്റെ കൈവെപ്പ് വഴി കിട്ടിയ കൃപാവരത്തെ, ആത്മാവിനെ നീ ഉജ്ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ഒരു പുത്തൻ പെന്തക്കോസ്തായ അനുഭവത്തിനായി നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഈ അവബോധത്തോടെ നമ്മൾ ഈ ആത്മാവിനെ ഒന്ന് ഉണർത്തണം. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കണം. എൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് എന്ന ആ വലിയ ബോധ്യത്തിൽ, വിശ്വാസത്തിൽ ഞാൻ ജീവിക്കണം. ഏത് പ്രതികൂലങ്ങളുടെ മുൻപിലും ഇസ്രായേൽ ജനത്തെ പോലെ മുന്നിൽ ചെങ്കടൽ കാണുമ്പോൾ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ് എങ്ങനെ ഇത് കടന്നക്കരക്കെത്തും. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നെങ്കിൽ ഇന്ന് ആ ആത്മാവാണ് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ചെങ്കടലുകൾ വിഭജിച്ച് അക്കരയ്ക്ക് നിന്നെ കൊണ്ടുപോവുക. നിന്റെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളിൽ നിന്നെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നിന്റെ രോഗങ്ങളിൽ, നിന്റെ കഷ്ടപ്പാടുകളിൽ, നിന്റെ തകർച്ചകളിൽ, നിന്റെ നൊമ്പരങ്ങളിൽ നിന്നെ ആശ്വസിപ്പിക്കാനുള്ള ഈ സഹായകനെ, ഈ ആശ്വാസപ്രദനെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നുവെന്നതാണ് യേശുക്രിസ്തു പിതാവിൽ നിന്ന് നിനക്ക് വാങ്ങി തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പണിപ്പെട്ട് ഒരു വലിയ ഭാരം എടുത്തു പോക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ തന്നെ ആരോഗ്യവും ശക്തിയും കഴിവുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ നിന്നെ സഹായിക്കാൻ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നീ ഒരു വാക്ക് പറയുക, നീ ആ സഹായം തേടുക. നിനക്ക് ഒരു പക്ഷേ എടുത്തുയർത്താൻ കഴിയാത്ത ഈ ഭാരങ്ങൾ അതൊരു പഞ്ഞിക്കെട്ട് പോലെ ഉയർത്താൻ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് ശക്തിയുണ്ട്. നിന്റെ കുടുംബത്തിന്റെ തകർച്ചകൾ അതൊരു പക്ഷെ സാമ്പത്തിക തകർച്ചകളാകാം, രോഗമാകാം, കലഹമാകാം. നിന്റെ വ്യക്തി ജീവിതത്തിന്റെ തകർച്ചകൾ, നീ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതികൂലങ്ങളിലും വിളിക്കുക, പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണം. എത്ര നിസ്സാരമായ കാര്യങ്ങൾ തുടങ്ങി എത്ര വലിയ പ്രതിസന്ധികളാകട്ടെ, നീ വിളിച്ചപേക്ഷിച്ചു നോക്കുക, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം. അവിടെ നിത്യസഹായകനായി സദാസമയം നിന്നെ സഹായിക്കാനായി ആത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഈ ആത്മാവിന്റെ ഒരു ഉജ്ജ്വലനം നമ്മിൽ സംഭവിക്കാൻ, ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമുക്കുണ്ടാകാൻ ഈ രാത്രിയുടെ യാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ശക്തി നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ശക്തി നമ്മൾ തിരിച്ചറിയണം. നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം നീ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ, അങ്ങ് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നല്ലോ. ഇത്രയും വലിയൊരു സമ്മാനം നൽകിയ തമ്പുരാനെ കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ഉള്ളിൽ രുചിച്ചറിഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കപ്പെടാൻ കർത്താവായ യേശു പിതാവായ ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങിത്തന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഓർത്ത് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ ഉണരണമേ, എന്നിൽ ഉണരണമേ. ഒരു പുത്തൻ പെന്തക്കോസ്തായ അനുഭവം രാത്രിയുടെ ഈ യാമത്തിൽ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൻ 2-ാം അധ്യായം 10-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് പരിത്യക്തരായത്? അതെ, കർത്താവിലെ ആശ്രയിക്കുന്നവർക്ക് ഒരു നാളും ഒരു കുറവും ഉണ്ടാവുകയില്ല. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവര് ഒരു നാളും അനുഗ്രഹിക്കപ്പെടാതിരിക്കുകയില്ല, അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നൈറ്റ് വിജിലുകളില് ഷാലോം ടിവിയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ഷാലോമിലേക്കൊന്ന് ഫോൺ വിളിക്കുകയോ കത്തുകൾ എഴുതി പ്രാർത്ഥന ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ അനേകർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അനേക കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന്ന് ലഭിച്ച അനേകരുടെ സാക്ഷ്യങ്ങൾ ലഭിച്ച ഏതാനും തിരഞ്ഞെടുത്ത സാക്ഷ്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണിത്. നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തി ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതെ, അവരുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ, അവരുടെ വേദനകൾ, അവരുടെ രോഗങ്ങൾ സൗഖ്യമാക്കിയ കർത്താവ് നമ്മുടെ ജീവിതത്തെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയ്ക്ക് നമുക്ക് നേതൃത്വം നൽകുന്നത് ഷാലോമിന്റെ പ്രേയർ ഡിപ്പാർട്ട്മെന്റിൽ ശുശ്രൂഷ ചെയ്യുന്ന മാത്യു ജോസഫാണ്. നമുക്ക് ഈ സാക്ഷ്യങ്ങൾ വായിച്ചു കേൾക്കുകയും അതോടൊപ്പം ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് നൽകുന്ന ആനന്ദത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെല്ലാവരെയും ഈ സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മുമ്പിൽ വലിയ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്: പിതാവ് എനിക്ക് നൽകിയവരെല്ലാം എൻ്റെ അടുത്ത് വരും. ഹല്ലേലൂയ. പിതാവിൻ്റെ പരമമായ പരിശുദ്ധമായ വിളി കിട്ടിയത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഈശോയുടെ അടുത്ത് ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വീണ്ടും തുടരുകയാണ്: എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തരുന്ന ഈ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ മുമ്പിലായിരിക്കാം. എൻ്റെ അടുക്കൽ വരുന്നവനെ, അവൻ പാവിയാണെങ്കിലും കുറവുകളുണ്ടെങ്കിലും വിശ്വാസത്തിൽ ഒത്തിരി ആഴപ്പെട്ടിട്ടില്ലെങ്കിലും അയോഗ്യതകളോട് കൂടെയാണെങ്കിലും ഈശോ പറയുകയാണ്: ഞാൻ നിന്നെ തള്ളുകയില്ല, ഞാൻ നിന്നെ അവഗണിക്കുകയില്ല. ഈ ഉറപ്പ് നൽകുന്ന നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഓരോ സാക്ഷ്യങ്ങളിലൂടെയും നമ്മളോട് സംസാരിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാൻ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും അവിടുന്ന് എനിക്ക് ഉത്തരമാണെന്ന് ഈ സാക്ഷ്യത്തിലൂടെ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ, ഭാവിയെക്കുറിച്ചാകാം, മക്കളെക്കുറിച്ചാകാം, നമ്മുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ചാകാം, അതിന് ഉത്തരം യേശു ആണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഇപ്പൊ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാനമായ സാക്ഷ്യങ്ങൾ വായിച്ചു കേൾക്കുമ്പം എന്നെയും എൻ്റെ ദൈവം തൊടുമെന്ന ബോധ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താനും
നമ്മുടെ നിയോഗങ്ങൾ കർത്താവിന്റെ മുമ്പിലേക്ക് ഉയർത്താനും നമുക്ക് പരിശ്രമിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ സാക്ഷ്യം നമ്മൾ വായിക്കുക. കോട്ടയത്ത് നിന്ന് സുജ എഴുതിയ സാക്ഷ്യമാണ്. എനിക്ക് 2 മാസമായി ബ്ലീഡിംഗ് ആയിരുന്നു. ഡോക്ടറിനെ കണ്ടു, സ്കാൻ ചെയ്യുവാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് എനിക്ക് ഒക്ടോബർ മാസത്തിലെ ഷാലോം ടൈംസ് കിട്ടുന്നത്. അതിലൊരു സഹോദരിയുടെ സാക്ഷ്യമുണ്ടായിരുന്നു. നൈറ്റ് വിജിലിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവരുടെ യൂട്രസിലുണ്ടായിരുന്ന 7 മുഴകൾ മാറിയതായിട്ടായിരുന്നു ആ സാക്ഷ്യം. ഞാനും ഇടയ്ക്ക് നൈറ്റ് വിജിൽ ശുശ്രൂഷ കാണുന്ന വ്യക്തിയായിരുന്നു. ഞാനും എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ഈ അസുഖം മാറ്റി തന്നാൽ ഞാനും സാക്ഷ്യം എഴുതി അറിയിക്കുമെന്ന് ഞാൻ അവിടുത്തോട് പ്രതിജ്ഞ ചെയ്തു. തുടർന്നുള്ള 2 മാസത്തെ ശുശ്രൂഷയിൽ, നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ അവർ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു. അതിനുശേഷം വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു മുഴകളുമില്ല, ഒരു കുഴപ്പവുമില്ല. കർത്താവ് എന്നെ പൂർണ്ണമായും ബ്ലീഡിങ്ങിൽ നിന്നും മുഴയിൽ നിന്നും സൗഖ്യപ്പെടുത്തിയെന്ന് അവർ പറയുകയാണ്. അത്ഭുതകരമായി ഈ പ്രവൃത്തി ചെയ്ത ദൈവത്തെ അവർ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അവിടെ സന്നദ്ധിയിലേക്ക് ഉയർത്തി അവിടെ ഓരോരുത്തരും രോഗങ്ങളെ തൊടുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ സഹോദരി കർത്താവ് കൊടുത്ത അത്ഭുതകരമായ ഈ രോഗസൗഖ്യത്തെ ഓർത്ത് നമുക്ക് മനമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നീ ഇന്നും പ്രവർത്തിക്കുന്നവനാണ് ഞങ്ങൾ ഏച്ചു പറയുന്നു. നീയാണ് നല്ലവനെന്ന് ഞങ്ങൾ ഏച്ചു പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന ദൈവമേ, എന്റെ സ്നേഹമോർത്ത് ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവവല്ലഭൻ അങ്ങേ പോലെ മറ്റാരുമില്ല. ബോധ്യത്തോടെ പാടാം, നീ നല്ലവൻ, ചേർന്ന് പാടാം. സർവവല്ലഭൻ അങ്ങേ പോലെ മറ്റാരുമില്ല. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ, പരിശുദ്ധ ത്രിത്വത്തെ കണ്ടുകൊണ്ട് ദൈവമേ നന്ദി പറയുന്നു. ലോകം മുഴുവനിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. ഗ്ലോറി, സ്തോത്രം, സ്തോത്രം. ചേർന്ന് പാടുന്നു. ജീസസ്, അങ്ങേ പോലെ മറ്റാരുമില്ല. നീ നല്ലവൻ, കർത്താവേ, അങ്ങേ പോലൊരു അങ്ങേ പോലെ ദൈവമില്ല. മറ്റാരുമില്ല. ജീസസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ പോലെ മറ്റൊരു ദൈവമില്ല. നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി സ്വർഗം തുറന്നു തന്ന, പാവികളെ തന്റെ മാറിൽ ചേർത്ത യേശുക്രിസ്തുവിനെ പോലെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ സാക്ഷ്യം മുണ്ടക്കയത്ത് നിന്ന് ജിൻഡുമോൾ ജോണിൻ്റെതാണ്. ഒരു ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയ, നൈറ്റ് വിജിലൂടെ പ്രാർത്ഥിച്ച് ഒരു ജോലിയിലേക്ക് ദൈവം ശക്തമായ രീതിയിൽ എടുത്തുയർത്തിയ ഒരു സഹോദരിയുടെ സാക്ഷ്യമാണിത്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ശ്രവിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഞാൻ ഈ കത്തെഴുതുന്നത് എൻ്റെ ഈശോ എനിക്ക് തന്ന അനുഗ്രഹത്തെ പറ്റി പറയുവാനാണ്. ഞാനൊരു MCA വിദ്യാർത്ഥിയായിരുന്നു. ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ഷാലോം നൈറ്റ് വിജിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കോഴ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഒരു നല്ല ജോലി തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് അവർ പ്രാർത്ഥിച്ച രീതി അവർ വിശദമായിട്ട് എഴുതുകയാണ്. എൻ്റെ അമ്മ നൈറ്റ് വിജിലിൻ്റെ സമയത്ത് നിയോഗം പേപ്പറിൽ എഴുതി ബൈബിളിൽ വെച്ച് TV-ക്ക് മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 1 മാസം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഒരു കോളേജ് അധ്യാപികയായി കർത്താവ് എനിക്ക് ജോലി തന്നു. എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു.
സ്തുതിക്കുന്നു ദൈവമേ. നിന്റെ കരുതലിനെ ഓർത്ത് ദൈവം ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വിശ്വസ്തതയെ ഞങ്ങളിപ്പോൾ പ്രഘോഷിക്കുന്നു. വിശ്വസ്തനല്ലോ കരങ്ങൾ നന്നായി അടിച്ച് ദൈവം, ഈശോയുടെ സ്നേഹം അനുഭവിച്ച് അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ. ആമേൻ. മോശെയുടെ ദൈവം സൗഖ്യമേകുന്നു. ദാനീയേലിന്റെ ദൈവം വാക്കുമാറാത്തോ. ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനീയേലിന്റെ ദൈവം വാക്കുമാറാത്തോ. ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. കരങ്ങൾ ഉയർത്തിയാൽ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും വീണ്ടും പ്രാണാം. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്ത് യോഗ്യത, യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. പ്രിയപ്പെട്ടവരെ, രാവും പകലും നമ്മെ കരുതുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ മേൽ സവിശേഷമാവിധം ശ്രദ്ധിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും അടുത്ത സാക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 4 വർഷത്തോളമായി കുഞ്ഞില്ലാതെ പ്രാർത്ഥിച്ചിരുന്ന ഒരു ദമ്പതിയെ, ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ച മനോഹരമായ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് ഈ സമയം ഉദരഫലം ഒരു സമ്മാനമാണെന്നും മക്കൾ ദൈവദാനമാണെന്നും തിരിച്ചറിഞ്ഞ് ജീവൻ കൊടുക്കുന്ന കർത്താവിനെ നമുക്ക് ഈ ശുശ്രൂഷയുടെ സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ലിസമ്മ ജോസഫ്, ആലപ്പുഴ. ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ആലപ്പുഴയിലാണ് എൻ്റെ വീട്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിരുന്നു. മകൾക്ക് ഇതുവരെയും ഒരു കുഞ്ഞിനെ ലഭിച്ചിരുന്നില്ല. 2012 ഡിസംബർ 6-ാം തീയതി നടന്ന നൈറ്റ് വിജിൽ ആരാധനയുടെ സമയത്ത് മക്കളില്ലാതിരുന്ന ഒരു സഹോദരി തൻ്റെ ആവശ്യം ഒരു പേപ്പറിൽ എഴുതി TV യിൽ തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് കുഞ്ഞിന് ലഭിച്ചു എന്ന കത്ത് വായിക്കുന്നത് കേൾക്കുവാനിടയായി. ഒരു സാക്ഷ്യ ശുശ്രൂഷയുടെ സമയത്ത് ഒരു ദൈവിക പ്രവൃത്തിയെക്കുറിച്ച് മകൾ കേൾക്കുകയാണ്. അത് മകളുടെ വിശ്വാസത്തെ വളർത്തുകയാണ്. അത് കേൾക്കുവാനിടയായപ്പോൾ ഞാനും എൻ്റെ മകൾക്ക് വേണ്ടി നിയോഗമെഴുതി TV യുടെ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ആ മാസം തന്നെ അവൾ ഗർഭിണിയാവുകയും ആഗസ്റ്റ് 12-ാം തീയതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഞാനും എൻ്റെ കുടുംബവും 1000 നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. നിന്റെ പ്രവൃത്തികൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, മഹത്വം കർത്താവേ, ജീവന്റെ മേൽ അധികാരമുള്ളവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിളിച്ചുവല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിളിച്ചുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടുവിൻ. അവൻ വല്ലവനല്ലോ, അവൻ വല്ലവനല്ലോ, സ്തുതിയെന്നും അവന് കരങ്ങൾ ഉയർത്തി അവിടുന്ന് കണ്ടുകൊണ്ട് ദൈവമേ, വല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ വല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. ഹല്ലേലൂയ. ദൈവമേ, ആരാധന. കർത്താവിന്റെ വചനം പറയുകയാണ്, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ലോകത്തിൻ്റെ ഏത് കോണുകളിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കാൻ അതൊരു തടസ്സമല്ല. അവിടുന്ന് ഇമ്മാനുവലാണ്. അവിടുന്ന് നമ്മുടെ കൂടെ വസിക്കുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം എവിടെയിരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അവിടേക്ക് കടന്നു വരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ബോധ്യമുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗദി അറേബ്യയിൽ നിന്ന് ഗ്ലാഡി ബാബു എന്ന സഹോദരിയുടെ കത്താണിത്. 1.5 മാസം മുമ്പ് വരെ എനിക്ക് അതിയായ നടുവേദന കാരണം ഇരിക്കാനും നടക്കുവാനുമൊന്നും പറ്റുകയില്ലായിരുന്നു. അതുവരെയും ഡോക്ടറെ കാണിക്കാതെ തന്നെ വേദനയ്ക്കുള്ള ഗുളികയും തൈലങ്ങളും മാറി മാറി ഉപയോഗിച്ചുവെങ്കിലും ഒരു കുറവുമില്ലായിരുന്നു. അതിനാൽ ഒരു അസ്ഥിരോഗ വിദഗ്ധനെ
കാണിച്ച് എക്സ്റേ എടുത്തു. എക്സ്റേയിൽ എല്ലിന് തേയ്മാനവും അകൽച്ചയും ഉണ്ടെന്നും ബെൽറ്റ് സ്ഥിരമായി ഉപയോഗിക്കണമെന്നും സ്ട്രേറ്റായി മാത്രം ഇരിക്കണമെന്നും ഭാരമെടുക്കരുതെന്നും നിർദ്ദേശിച്ചു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ നൈറ്റ് വിജിലിൽ എൻ്റെ എക്സ്റേ TV-യുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യദൈവത്തിന് എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ആ രാത്രിയിലെ 5 മണിക്കൂറും കസേരയിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീര് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, പിതാവേ, അടുത്ത മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി എനിക്ക് പരിപൂർണ സൗഖ്യം തന്നാൽ ഞാൻ ഈ സാക്ഷ്യം എഴുതിക്കൊള്ളാമെന്ന്. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്കിപ്പോൾ നടുവേദന ഒട്ടുമില്ല. പൂർണ്ണമായി ഞാൻ സുഖപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കുക, ഇവരുടെ സാക്ഷ്യം. ഒരു 5 മണിക്കൂർ സമയവും, ഈ നൈറ്റ് വില്ലിന്റെ മുഴുവൻ സമയവും ഇവർ കസേരയിൽ ഇരുന്ന് കണ്ണുനീര് കൊണ്ട് പ്രാർത്ഥിച്ചു. അവരുടെ വാക്കുകൾ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീരിന് വിലയുണ്ട്. കണ്ണുനീര് കണ്ട കർത്താവ് ആ സമയം തന്നെ കർത്താവ് ഈ മകനെ സുഖപ്പെടുത്തി അത്ഭുതകരമായ രീതിയിൽ ആ മകന്റെ ജീവിതത്തെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ഈ അത്ഭുത സൗഖ്യം ചെയ്ത കർത്താവിനെ ഇരുകരവും ഉയർത്തിയൊരിക്കൽ കൂടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പിതാവേ, വാഴ്ത്തുന്നു ദൈവമേ, നിന്റെ വീര്യ പ്രവർത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഏകമനസ്സോടെ നിന്റെ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുനാമം ദൈവമേ രക്ഷാകര നാമമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു. സൗഖ്യനാമമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. എൻ ജീവിതത്തിലേക ആശ്രയമേ യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനൊന്ന് സ്തുതിക്കും, ഞാനൊന്ന് പാട്ടും, യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനൊന്ന് സ്തുതിക്കും, ഞാനൊന്ന് പാട്ടും, യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിന്റെ നാമം. ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അല്പസമയം നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ലോക സുവിശേഷവൽക്കരണത്തിനായി, ആഗോള സഭയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ഷാലോം മിനിസ്ട്രിക്കായി കർത്താവ് ഈ നാളുകളിൽ ഉയർത്തിയ ഈ മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ അധികമായി വളർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ പങ്കുവെക്കട്ടെ, കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന്റെ പ്രകടമായ ഫലങ്ങൾ ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷ ഓരോ ദിനവും പ്രബലപ്പെടുന്നത്, ആത്മാവിൽ ബലപ്പെടുന്നത്, ഇതിന്റെ അതിരുകൾ വിസ്തൃതമാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീരോടെയുള്ള ഏകമനസ്സോടെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ശക്തമായ രീതിയിൽ പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബോധ്യത്തോടെ, ആത്മാവിൽ ബലപ്പെട്ട്, ഏകമനസ്സോടെ ഈ ശുശ്രൂഷകൾക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഏകമനസ്സോടെ നമുക്ക് ഇപ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, അവിടുന്ന് രൂപം കൊടുത്ത, വളർത്തി വലുതാക്കിയ ശാലോം ശുശ്രൂഷയെ ഓർത്ത്, ശാലോം മിനിസ്ട്രിയെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷ ഇത്രത്തോളം വളർത്തുവാൻ ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച, പ്രാർത്ഥിച്ച, സാമ്പത്തികമായി സഹായിച്ച എല്ലാ ജീവിതങ്ങളെയും ഓർത്ത് ഈ രാത്രിയിൽ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോം TV സൗജന്യമായി സംപ്രേഷണം ചെയ്യുവാൻ അവിടുന്ന് ഉപയോഗിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി DTH കണക്ഷൻ
നൽകുന്ന എല്ലാ ഉടമകൾക്കും വേണ്ടി, കേബിൾ ഉടമകൾക്ക് വേണ്ടി, ജീവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, ശാലോം ശുശ്രൂഷകൾ ഇത്രത്തോളം വളരുവാൻ ഇതിന്റെ പിന്നിൽ സാമ്പത്തികമായി സഹായിച്ച അനേക ജീവിതങ്ങളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ശാലോം പീസ് ഫെലോഷിപ്പിലുള്ള എല്ലാ ജീവിതങ്ങളെയും ഓർത്ത് ഈ രാത്രിയിൽ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ അനുഗ്രഹിച്ചാലും അവരെ സന്ദർശിക്കണമേ. ഈ രാത്രിയിൽ അവരെ ഓർക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം പ്രസിദ്ധീകരണങ്ങൾ വായനക്കാരുടെ കരങ്ങളിൽ എത്തിക്കുന്ന എല്ലാ ഏജന്റുമാർക്ക് വേണ്ടിയും പോസ്റ്റൽ ജീവനക്കാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാ ജീവിതങ്ങളെ ഓർത്ത്, ബഹുമാനപ്പെട്ട വൈദികരെ ഓർത്ത്, സന്യസ്തരെ ഓർത്ത്, അൽമായരെ ഓർത്ത്, വിവിധ കൂട്ടായ്മകളെ ഓർത്ത് നന്ദി പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗം തുറന്ന് അവരെ അനുഗ്രഹിക്കണമേ. കരവുമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ശാലോം ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത എല്ലാ ജീവിതങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിന്റെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് വേണ്ടി, പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി, ടിവി ശുശ്രൂഷകൾക്ക് വേണ്ടി, ഔട്ട്റീച്ച് ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെയെല്ലാം കർത്താവിന്റെ കരബലം പൂർണ്ണമായും വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം അനേക ജനതകൾ അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ. അനേക ജനതകൾ സത്യവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വരുവാൻ ശാലോം ശുശ്രൂഷകൾ വഴി അവിടുന്ന് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരവും ഉയർത്തി ലോകമെമ്പാടുമുള്ള എല്ലാ ശാലോം ശുശ്രൂഷകളിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ലോകം മുഴുവൻ അലയടിക്കുവാൻ സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ശാലോം ശുശ്രൂഷയുടെ മേൽ വീണ്ടും ചൊരിയണമേ. പുതിയ വാതിലുകൾ തുറക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കരബലം പൂർണ്ണമായും വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ തിരുസഭയിൽ നടക്കട്ടെ. ആത്മാവേ വരിക, പ്രവർത്തിക്കുക. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. കരങ്ങളടിച്ച് ആത്മാഭിഷേകത്തിൽ ശാലോം ശുശ്രൂഷകളെ സമർപ്പിച്ച് ഹോളി സ്പിരിറ്റ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ആയിരങ്ങൾ വിശ്വാസം
പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കൂടി ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. ആഗോള സഭയെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വ്യക്തികളുടെയോ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെയോ ഭാഗമായി അല്ല പ്രിയപ്പെട്ടവരെ ലോക സുവിശേഷവൽക്കരണം നടക്കേണ്ടത്. സഭയിലാകമാനമുള്ള ഗ്രൂപ്പുകൾ, ധ്യാന കേന്ദ്രങ്ങൾ, സുവിശേഷ മിനിസ്ട്രികൾ എല്ലാവരും ഉണർവ് പ്രാപിക്കണം. ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് എല്ലാ ഭൂഖണ്ഡങ്ങളെയും കണ്ടുകൊണ്ട് ആഗോള സഭയെ മുഴുവൻ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് കർത്താവിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ലോകത്തെമ്പാട് നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം ഓർക്കുക, എന്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള അനേക മക്കൾ യേശുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് പാപത്തിന്റെയും രോഗത്തിന്റെയും പൈശാചിക ശക്തികളുടെയും അടിമത്തത്തിൽ കഴിയുന്നു. അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് വീണ്ടും നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലതുകരമുയർത്തി, സ്നേഹപിതാവായ ദൈവമേ, ആഗോള സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, എല്ലാ സഭാധികാരികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭയിലുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ. ധ്യാന കേന്ദ്രങ്ങൾ ഉണർവ് പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ നവീകരണ മുന്നേറ്റങ്ങൾക്കും വേണ്ടി, പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് വേണ്ടി പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം സുവിശേഷ പ്രഘോഷകർ അഭിഷേകം ചെയ്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അയക്കപ്പെടട്ടെ. ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഏഷ്യൻ രാജ്യങ്ങൾ സുവിശേഷ ശക്തിയാൽ ഉണർവ് പ്രാപിക്കട്ടെ. ഭാരത സഭ ഉണരട്ടെ. കേരള സഭയിൽ പുതിയൊരു അഗ്നിസ്നാനം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരവും വിശ്വാസത്തോടെ സ്വർഗ്ഗസന്നിധിയിലേക്ക് ഉയർത്തി ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ലോകമെമ്പാടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുന്നത് ഭാവന കണ്ടുകൊണ്ട് പിതാവായ ദൈവത്തെ, പരിശുദ്ധ ത്രിത്വത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഫലപ്രദമായ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലരും യേശുവിലേക്ക് വരട്ടെ. ആത്മാക്കൾ രക്ഷ പ്രാപിക്കട്ടെ. ഭാവികൾ മാനസാന്തരപ്പെടട്ടെ. തിരുസഭ ബലപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ പെന്തക്കോസ്ത സ്വാഗതമാകട്ടെ. വേഗം പുതിയ പെന്തക്കോസ്ത സ്വാഗതമാകട്ടെ. രാജ്യങ്ങൾ ഉണരുന്നു. പുതിയ പെന്തക്കോസ്ത പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. വേഗം പുതിയ പെന്തക്കോസ്ത യൂറോപ്പിൽ, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ, അമേരിക്ക ഭൂഖണ്ഡത്ത്, ഏഷ്യൻ രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവേ വരിക. ദൈവരാജ്യം വളരട്ടെ. ഓ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, ജീസസ്. കണ്ണുകളെ അടച്ച് കരങ്ങൾ കൂപ്പി ഒരു നിമിഷം നമ്മുടെ അമ്മയോട് പ്രാർത്ഥിക്കാം. നല്ല അമ്മേ, മാതാവേ, ശലോമിന്റെ അമ്മേ, ഏകമനസ്സോടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ശലോം ശുശ്രൂഷകളിലൂടെ നമ്മുടെ കർത്താവിന്റെ നാമവും കർത്താവിന്റെ രാജ്യവും കത്തിപ്പടരുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അതോടൊപ്പം ലോകത്തെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളുടെ മേൽ പുതിയൊരു ശക്തി വെളിപ്പെടുവാൻ അമ്മയുടെ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ലോകം മുഴുവനെയും തിരുസഭയെയും ശലോം മിനിസ്ട്രിയും സമർപ്പിച്ച് ഏകമനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടതും വലതുള്ളവർക്ക് സ്തുതി കൊടുത്ത് ശാന്തമായി തുടർ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കുക.